بسم الله الرحمن الرحيم. وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1710 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഹ്റഫിലെ 31, 32 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا لولا نزل هذا القرآن على رجل من القريتين عظيم أهم يقسمون رحمة ربك نحن قسمنا بينهم معيشتهم في الحياة الدنيا ورفعنا بعضهم فوق بعض درجات ليتخذ بعضهم بعضا سخريا ورحمة ربك خير مما يجمعون. صدق الله العلي العظيم. സൂറത്ത് സുഹ്റഫിലെ 31, 32 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിനോട് നടത്തിയ ചില പ്രതികരണങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു പ്രതിപാദിക്കുന്നത്. പൂർവികരുടെ മാർഗം ഞങ്ങൾ ഏറ്റക്കുറവുകളില്ലാതെ അതേപടി പിന്തുടരുകയാണ് എന്നാണ് മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായ ഒരു കാര്യം. തങ്ങൾ തങ്ങളുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുകയാണ്. പ്രപിതാക്കന്മാർ ചുമലേറ്റി വന്ന ആ ജീവിത പാത അതിൽ യാതൊരു വിധത്തിലുള്ള കോട്ടവും വരുത്താതെ ഞങ്ങൾ അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നതൊക്കെയായിരുന്നു അവരുടെ അവകാശവാദങ്ങൾ. എന്നാൽ അള്ളാഹു അവരെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംഭവബഹുലമായ ചരിത്രത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ ധീരമായ ആദർശ പ്രതിബദ്ധതയോടുകൂടിയുള്ള നിലപാടിനെ പരാമർശിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങളുടെ പൂർവികരുടെ നിങ്ങളുടെ മുൻഗാമികൾക്കിടയിൽ നിങ്ങളിപ്പോ ഏറ്റുവാങ്ങിയിരിക്കുന്ന പൈതൃകവും പാരമ്പര്യവും മാത്രമല്ല ഉള്ളത്. യഥാർത്ഥത്തിൽ സത്യം പുൽകുന്നതിനു വേണ്ടി വളരെയേറെ ത്യാഗം അനുഭവിച്ച ഒരു മുൻഗാമി അല്ലെങ്കിൽ ചില മുൻഗാമികൾ നിങ്ങളുടെ പൂർവികരുടെ കൂട്ടത്തില് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അവര് ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ ചില ദൗത്യങ്ങളും ഇടപെടലുകളും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാര്യത്തില് അദ്ദേഹം തന്റെ സമൂഹത്തില് പിന്മുറക്കാരിൽ അവശേഷിക്കുന്ന വിധത്തില് അള്ളാഹുവിന്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന വാക്യം
നിലനിർത്തുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയുണ്ടായ ആളാണ്. യാതൊരു നിലക്കും ആരാധനക്ക് അർഹതയില്ലാത്ത ആശയങ്ങളെയോ അല്ലെങ്കിൽ മൂർത്തികളെയോ രൂപങ്ങളെയോ ഒക്കെ ആരാധനക്ക് വിധേയമാക്കുന്നതിന് പകരം സൃഷ്ടാവായ തനിക്ക് മാർഗദർശനം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇലാഹായി അംഗീകരിച്ചുകൊണ്ട് അവന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിക്കുകയുണ്ടായത്. തന്റെ നാട്ടുകാര് പിന്തുടർന്നിരുന്ന സകല അബദ്ധജടിലമായ വിശ്വാസ ആദർശ രീതികളെയും കൈയൊഴിഞ്ഞ് താൻ അതിൽ നിന്നൊക്കെ മുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സൃഷ്ടിക്കുകയും തനിക്ക് വേണ്ട ജീവിത മാർഗദർശനം നൽകുകയും ചെയ്ത അള്ളാഹുവിനെ മാത്രമാണ് താൻ റബ്ബായി അംഗീകരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുകയുമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത്. സ്വന്തം കാര്യത്തിൽ അങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, വജഅലഹ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖബിഹി, തന്റെ പിന്മുറക്കാർക്കിടയിൽ അവശേഷിക്കേണ്ട ഒരു വാക്യമായിട്ട്, ഒരു ആദർശവാക്യമായിട്ട് അദ്ദേഹം അതിനെ സ്ഥാപിക്കുകയും നിലനിർത്തുകയൊക്കെ ചെയ്തു. ലഅല്ലഹും യർജിഊൻ, അവർക്ക് പിഴക്കുമ്പോഴൊക്കെയും തിരികെ പോകാനുള്ള ഒരു ലക്ഷ്യം എന്ന നിലക്ക് അള്ളാഹുവിന്റെ ആ മഹാനായ പ്രവാചകൻ അത് അവർക്കിടയിൽ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമൂഹം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാർ, ആ ആദർശപാത കൈവെടിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയാണം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോ അള്ളാഹു അവരുടെ മേൽ ഉടനടി നടപടി സ്വീകരിക്കുകയല്ല, മറിച്ച് അവർക്ക് ജീവിത വിഭവങ്ങൾ നൽകുകയുണ്ടായി. അവരുടെ പിതാക്കന്മാർക്കും ജീവിത വിഭവങ്ങൾ നൽകുകയുണ്ടായി. അങ്ങനെ കാലം കഴിഞ്ഞു. പിന്നീട് ഇപ്പോഴിതാ അവരിലേക്ക് തെളിമയോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ദൂതൻ സത്യവുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ ആ സത്യവുമായിട്ട് തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാൾ ദൈവിക ദൂതനായിട്ട് രംഗത്ത് വന്നപ്പോ അവരൊക്കെയും തന്നെ അതിനെ ഒരു ആഭിചാരക്രിയ ആയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങളെ ദൈവിക വചനങ്ങളായി അംഗീകരിക്കാതെ അത് കേവലം ആഭിചാരക്രിയയുടെ ഫലമായിട്ടുള്ള ഉരുവിടലുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ അതിനോട് പ്രതികരിക്കുകയുണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. വഖാലു, അവര് ചോദിക്കുകയുണ്ടായത് ഇങ്ങനെയാണ്, ലൗലാ നുസില ഹാദൽ ഖുർആനു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്യങ്ങളാണല്ലോ ഇവിടുത്തെ വിഷയം. ഇബ്രാഹിം അലൈഹിസ്സലാം അവർക്കിടയിൽ അവശേഷിപ്പിച്ച കലിമത്തിന്റെ ഒരു പുനരാവിഷ്കാരം മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് ചോദിക്കുന്നത്, ലൗലാ നുസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. എന്തുകൊണ്ട് ഈ ഖുർആൻ ഈ രണ്ട് പ്രമുഖ പട്ടണങ്ങളിൽ പെട്ട പ്രഗത്ഭരായ പ്രമാണിമാരായ പ്രാധാന്യമുള്ള ആരുടെയും മേൽ ഇത് അവതരിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. ലൗലാ നുസില ഹാദൽ ഖുർആൻ, എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയുണ്ടായില്ല അലാ റജുലിൻ, ഒരാൾക്ക്, മിനൽ ഖറിയതൈനി, ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്നും ആയിട്ടുള്ള, അളീം ഉദ്ദേശിക്കുന്നത് മക്കയോട് വളരെ ചേർന്ന് കിടക്കുന്ന അവരുടെ കുടുംബപരവും സാംസ്കാരികവുമായ വേരുകളുള്ള, പരസ്പരം
പിണഞ്ഞു കിടക്കുന്ന മറ്റൊരു പട്ടണമായ ത്വായിഫും. ഈ രണ്ട് പട്ടണങ്ങളിലെ പ്രമുഖനായ ഒരാളുടെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയുണ്ടായില്ല എന്നതാണ് അവരിപ്പോ ഉന്നയിക്കുന്ന ചോദ്യം. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ ദൗത്യ നിർവഹണം നടത്തിയപ്പോ അവരത് തിരസ്കരിക്കുന്നതിനുള്ള ആദ്യ കാരണമായിട്ട് പറയുകയുണ്ടായത്, ഇതെന്താ ഒരു മനുഷ്യനോ, മനുഷ്യർക്കിടയിൽ നമ്മൾക്കിടയിൽ ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെയാണോ അയച്ചിരിക്കുന്നത് എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഒരു മലക്കിനെ എന്തുകൊണ്ട് അയച്ചില്ല? ഒരു ദൈവിക സന്ദേശം നിർവഹിക്കുന്ന നടപ്പിലാക്കുന്ന ആളായിട്ട് ഒരു മലക്കിനെ അയക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ അതിന്റെ വ്യത്യസ്തത കാരണമായി ഞങ്ങൾക്കത് സ്വീകാര്യമായിരുന്നു ആകുമായിരുന്നു എന്ന നിലക്കാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് ഒരു മലക്കിനെ അയച്ചില്ല, ഒരു മനുഷ്യനെയാണോ ഇപ്പോ അയച്ചിരിക്കുന്നത് എന്നതൊക്കെയാണ്. അതിനേറ്റവും യുക്തിഭദ്രമായ ഒരു മറുപടി അള്ളാഹു വേറൊരിടത്ത് നേരത്തെ നൽകിയിട്ടുണ്ട്. ഭൂമുഖത്ത് ജീവിച്ചു കൊണ്ടിരുന്നത് മലക്കുകളായിരുന്നെങ്കിൽ മലക്കുകളിൽപ്പെട്ട ഒരാളെ അള്ളാഹു ദൂതനായിട്ട് അയക്കുമായിരുന്നു. പക്ഷെ ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യർക്ക് മാതൃകയായി അവരെ സംസ്കരിക്കുന്ന, കാര്യം നിർവഹിക്കുന്ന ആവശ്യത്തിനായിട്ട് ഒരു മലക്കിനെ അയച്ചത് കൊണ്ട് പ്രയോജനമില്ല. അത് മലക്കല്ലേ, അയാൾക്ക് എന്തും പറ്റൂലേ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് അതൊന്നും സാധിക്കുകയില്ലല്ലോ എന്ന വിധത്തില് ന്യായം പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും. അല്ലാഹു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കിയ സംഗതി, ഭൂമുഖത്ത് മലക്കുകളാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഒരു മലക്കിനെ നാം അയക്കുമായിരുന്നു. പക്ഷെ ഭൂമുഖത്ത് മലക്കുകളല്ല, മനുഷ്യരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ ദൂതനായിട്ട് അയക്കുകയുണ്ടായത് എന്ന കാര്യം അള്ളാഹു നേരത്തെ വ്യക്തമാക്കിയതാണ്. അപ്പൊ അവരുന്നയിച്ച ആ ആക്ഷേപം അല്ലെങ്കിൽ ആ വിമർശനം വിലപ്പോവുന്നില്ല, നിലനിൽക്കുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോ അവര് പുതിയ ചില വാദങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ്. അങ്ങനെ ഉന്നയിക്കപ്പെട്ട ഒരു വാദമാണ് ഇപ്പോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. വഖാലു, മക്കയിലെ ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ലൗലാ നുസ്സില ഹാദൽ ഖുർആനു, എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയുണ്ടായില്ല, അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം, ഈ രണ്ട് പട്ടണങ്ങളിലെ അതിപ്രമാണിയായ അതിമഹത്വമുള്ള ഒരാളുടെ മേൽ. ധാരാളം പേരുണ്ടല്ലോ മക്കയിലും തായിഫിലും ഒക്കെ തന്നെ പേരെടുത്ത പ്രമാണിമാരായ പല പ്രഗത്ഭരായ ആളുകളുമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ മേൽ ഇത് അവതരിപ്പിക്കാതിരുന്നത് എന്ത്? എന്നിട്ട് ഇപ്പൊ ആർക്കാണ് ഇത് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? ഒരുപാട് കാലം അനാഥനായിട്ട് ജീവിച്ച, ദാരിദ്ര്യത്തിന്റെ പല തലങ്ങളിലൂടെയും കടന്നു പോന്ന, പിന്നീട് വിവാഹിതനായ ശേഷം സ്വന്തം പത്നിയുടെ സമ്പത്ത് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് മുന്നോട്ട് പോയ, ഒരുപാട് കാലം ഇടയനായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ, അയാളെയാണോ, ഇയാൾക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? ഇതുപോലെയുള്ള ദൈവിക ദൗത്യം നിർവഹിക്കുവാനുള്ള എന്ത് അർഹതയും യോഗ്യതയുമാണ് ഈ അതിദരിദ്രനായ ഈ മനുഷ്യന് ഉള്ളത്? അള്ളാഹു അങ്ങനെ ഒരു ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മക്കയിലെയോ തായിഫിലെയോ അതിപ്രഗത്ഭരും അറിയപ്പെടുന്ന പ്രമാണിമാരും ഒക്കെയായ ആളുകളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും ഒക്കെ തെരഞ്ഞെടുക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത് എന്നാണ് അവർ ഉന്നയിച്ചിരുന്ന ഒരു വാദം. മക്കയില് വലീദ് ബിൻ മുഗീറയെ പോലെ, ഉത്ബത്ത് ബിൻ റബീഅയെ പോലെയുള്ള ആളുകൾ വലിയ പ്രമാണിമാരുണ്ട്. അവരാണ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഒരു അവസാന വാക്കായിട്ട് ആളുകളോട് സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രമാണിമാരുടെ കൂട്ടത്തിൽ ഒരാളെ
ഈ ചുമതല ഏൽപ്പിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതിനു പകരം ദാരിദ്ര്യവും അനാഥത്വവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു ഇടയ ചെറുക്കനെയാണോ അവരുടെ ഇടയിലേക്ക് ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്നതാണ് അവര് രണ്ടാമതായി ഉന്നയിച്ച വിഷയം. ഒന്നാമതായിട്ട് പറഞ്ഞത് മനുഷ്യർക്കിടയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യനെ തന്നെയാണോ അയക്കുന്നത്? അതെങ്ങനെ ചേരും? അതെങ്ങനെ സ്വീകാര്യമാകും? ഇതായിരുന്നു അവരുടെ ചോദ്യം. അതിന് മറുപടി നൽകപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യവുമായിട്ട് അവർ രംഗത്ത് വരുന്നത്. എന്നാ പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഇപ്പോ തായിഫിലും മക്കയിലും ഒക്കെ ആയിട്ടുള്ള വലിയ പ്രമാണിമാരുടെ കൂട്ടത്തില് ആരെങ്കിലും ഒരാളെ ആയിരുന്നില്ലേ ഈ ചുമതല ഏൽപ്പിക്കേണ്ടിയിരുന്നത്? ഇതാണ് അവരുടെ ചോദ്യം. അപ്പോ മക്കയില് നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ വലീദ് ബിൻ മുഗൈറ ഉണ്ട്, ഉത്ബത്ത് ബിൻ റബീഅ ഉണ്ട്. പിന്നെ തായിഫിലാണെങ്കിൽ ഉർവത്ത് ബിൻ മസ്ഊദ്, ഹബീബ് ബിൻ അംർ, കിനാനത്ത് ബിനു അബ്ദു അംർ തുടങ്ങിയിട്ടുള്ള വലിയ പ്രമാണിമാരൊക്കെ ഉണ്ടല്ലോ. ഇവരിൽ ആരെയെങ്കിലും ഒക്കെ ആയിരുന്നില്ലേ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്നതാണ് ഇവര് ഉന്നയിച്ച ചോദ്യം. ആ ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലെ ആദ്യത്തെ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത്. വഖാലു, അവര് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു, അല്ലെങ്കിൽ അവർ ഇങ്ങനെ പ്രതികരിച്ചു. ലൗല നുസില ഹാദൽ ഖുർആനും, എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയുണ്ടായില്ല. അലാ റജുലിൻ മിനൽ ഖറിയതൈനി അലീം, അലാ റജുലിൻ അലീം മിനൽ ഖറിയതൈൻ എന്നാണ് അതിന്റെ സൂചന. ഈ രണ്ട് പട്ടണങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്നില് ഉള്ള അതിപ്രമുഖനായ ഒരാൾക്ക് ഈ ഖുർആൻ എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെടുകയുണ്ടായില്ല? ഒട്ടും പ്രാധാന്യമില്ലാത്ത കൂട്ടത്തില് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത, സമ്പന്നനോ അധികാരമുള്ളവനോ അല്ലാത്ത ഒരാളെ, മാത്രവുമല്ല ശ്രദ്ധേയമായ വിധത്തിലുള്ള ദാരിദ്ര്യവും അനാഥത്വവും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരാളെ ഈ കാര്യം ഏൽപ്പിക്കുകയാണ്. എത്ര യോഗ്യരായ ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് എന്നതാണ് അവർ ഉന്നയിച്ച ചോദ്യം. അപ്പോ വളരെ ഗംഭീരമായൊരു മറുപടിയാണ് അള്ളാഹു ഈ ചോദ്യത്തിന്. മക്കയിലെ ആളുകൾ ഉന്നയിച്ച ചോദ്യം വളരെ ബാലിശമായതാണ്, അതേസമയം സ്വാഭാവികമായതുമാണ്. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അവനെന്താ പണി, അവന്റെ കയ്യിൽ എത്രത്തോളം കാശുണ്ട്, അവൻ എത്രത്തോളം സ്വത്തും മുതലൊക്കെ ഉള്ള ആളാണ് എന്നതൊക്കെ വെച്ചുകൊണ്ടാണ് ആളുകളെ വിലയിരുത്തുക. ഇതാണ് ആളുകൾ ശീലിച്ചു വന്നിട്ടുള്ള ഒരു രീതി. അള്ളാഹുവിന്റെ പ്രവാചകനാവാൻ, ദൈവിക സന്ദേശം സമൂഹങ്ങൾക്ക് ഇടയിൽ പ്രചരിപ്പിക്കുന്നതിനും അവരെ ആ മാർഗത്തിലേക്ക് നയിക്കുന്നതിനുമൊക്കെ വേണ്ട യോഗ്യത സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ഉണ്ടാകുന്നതാണോ? അതല്ല ഒരു മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള അർഹത അയാളുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നതാണോ എന്നതാണ് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം. സാധാരണഗതിയിൽ ആളുകള് ധാർമ്മികതയും സത്യസന്ധതയും വ്യക്തിത്വവും ഒരു ആളുടെ ഇന്റഗ്രിറ്റി പോലെയുള്ള വിഷയങ്ങളും ഒക്കെ തന്നെ അങ്ങ് തമസ്കരിച്ച് അങ്ങ് മൂടിയിട്ട് ആളുകൾ ഏത് കുടുംബത്തിൽ പെട്ടതാണ്, ആരുടെ കൂട്ടത്തിലാണ്, എത്രത്തോളം സമ്പന്നതയുള്ള സ്വാധീനമുള്ള ആളാണ് തുടങ്ങിയതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ അതിന് യോഗ്യനാണോ എന്നതൊക്കെ തീരുമാനിക്കുന്നത്. അതിലൊക്കെ അടങ്ങിയിട്ടുള്ള അവരുടെ ഭൗതിക താല്പര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവരുടെ ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടാണ് അത്തരം സംഗതികൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ നിലപാടുകൾ രൂപപ്പെടുത്തുന്നത്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ച വിധത്തില് സത്യമാണോ, നീതിയാണോ, നന്മയാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് സത്യത്തോടും നീതിയോടും നന്മയോടും ഒപ്പം നിൽക്കുക എന്ന ഒരു ശീലം ആളുകൾക്ക് വളരെ കുറവാണ്. ഭൗതിക അർത്ഥത്തിൽ നമുക്ക്
അനുകൂലമായത് ഏതാണ്, നേട്ടമുണ്ടാക്കുന്നത് ഏതാണ്, നഷ്ടമുണ്ടാവാതിരിക്കുക ആരോടൊപ്പം നിന്നാലാണ് തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ നിലപാട് രൂപപ്പെടുത്തുക. എന്നാൽ ആ ഒരു സമീപനം 100% അബദ്ധജടിലമാണ് എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. യാതൊരു സാമ്പത്തിക ശേഷിയും ഇല്ലാത്ത, ദൗർബല്യവും ദൗർബല്യതയും അതുപോലെ ദൈന്യതയും ഒക്കെ പേറുന്ന ഒരാളെ ഈ ദൗത്യം ഏൽപ്പിക്കുക. മക്കയിലും ത്വായിഫിലും ഒക്കെ വലിയ പ്രമാണിമാര് പലരും ജീവിച്ചിരിക്കെ ഇതാണ് അവരുന്നയിച്ച ചോദ്യം. അപ്പൊ അതിനുള്ള മറുപടി അള്ളാഹു നൽകുന്നത് അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, എന്താ അള്ളാഹുവിന്റെ കാരുണ്യം വീതം വെച്ച് കൊടുക്കുന്ന പണി ഇവരെ ഏൽപ്പിച്ചതാണ്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ കാരുണ്യം വിഹിതം വെച്ച് കൊടുക്കുന്ന ജോലി, ആ ടാസ്ക് അള്ളാഹു ഇവരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത്? ആർക്ക് കൊടുക്കണം, ആരെ ഏൽപ്പിക്കണം എന്നത് ഇവരുടെ ഇച്ഛ അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടേണ്ടത് എങ്കിൽ അതിന്റെ അർത്ഥം അതാണല്ലോ. ഇവിടെ മക്കയിലെ പ്രമാണിമാര് അല്ലെങ്കിൽ ത്വായിഫിലെ പ്രമാണിമാര് ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ എന്നൊക്കെ ഇവര് സജസ്റ്റ് ചെയ്യുന്നതിന്റെ താല്പര്യം അത് പറയാനുള്ള ആർക്ക് നൽകണം ആർക്കല്ല നൽകേണ്ടത് എന്നത് തീരുമാനിക്കാനുള്ള ചുമതല ഇവരെ ഏൽപ്പിച്ച പോലെ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുദ്ദേശിച്ച വിധത്തിലാണോ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്? അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോ മുഹമ്മദിനെ ദരിദ്രനാക്കിയതും വലീദ് ഇബ്നു മുഗീറയെ സമ്പന്നനാക്കിയതും ഇവരോട് ചോദിച്ചിട്ടാണോ? ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? അപ്പൊ അള്ളാഹു ഇവിടെ അതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യം അഹും യഖ്സിബൂന റഹ്മത റബ്ബിക, അതല്ല ഇവരാണോ നിന്റെ റബ്ബിന്റെ കാരുണ്യം വിഹിതം വെച്ച് കൊടുക്കുന്നത്? ഇവിടെ കാരുണ്യം റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ അള്ളാഹു പലർക്കുമായി നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ കയ്യിലുള്ള ഒരു കണക്കനുസരിച്ചാണ്. അള്ളാഹുവിന് അതിലൊരു ഖദറുണ്ട്. ഇവരുടെ ആരുടെയും മനോവിലാസം അനുസരിച്ചല്ല അള്ളാഹു വിഭവങ്ങൾ മനുഷ്യർക്കിടയിൽ വിഹിതം വെച്ച് നൽകിയിട്ടുള്ളത്. അതിന് അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം പ്രാപിക്കുന്നതിനായിട്ട് അള്ളാഹു ചില നയനിലപാടുകളും രീതികളും ഒക്കെ അതിൽ സ്വീകരിച്ചിട്ടുമുണ്ട്. അതൊന്നും ഇവര് ചെയ്തതല്ല. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക. അപ്പോ പ്രവാചകത്വവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ്. ജീവിത വിഭവങ്ങള്, ജീവിതത്തിലുള്ള ഐശ്വര്യം അതുപോലെയുള്ള സംഗതികളൊക്കെയും തന്നെ ദൈവികമായ അനുഗ്രഹമാണ്, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു ദൈവിക അനുഗ്രഹമാണ് പ്രവാചകത്വം എന്നത്, നുബൂവത്ത് എന്നത്. ജീവിത വിഭവങ്ങള് ആർക്ക് എത്രത്തോളം എന്നത് നിശ്ചയിക്കുന്നത് പോലും അവരോ ഇവരോ അല്ല. എന്നിട്ടാണോ നുബൂവത്ത് ആരെ ഏൽപ്പിക്കണം എന്ന കാര്യം തീരുമാനിക്കാൻ ഇവരുടെ അഭിപ്രായം പരിഗണിക്കപ്പെടുന്നത്? ഒരിക്കലും തന്നെ ഇവരുടെ മനോവിലാസം അനുസരിച്ചല്ല കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക. യഖ്സിമു, ഖസമ എന്ന് പറയുന്നതിന്റെ വേറെ രൂപമാണ് ഖിസ്മത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. വിഹിതം അല്ലെങ്കിൽ ഖാസിം എന്നൊക്കെയുള്ള പദവുമായി ബന്ധമുള്ളതാണ്. വിഹിതം വെക്കുന്നവൻ എന്നാണ് ഖാസിമിന്റെ അർത്ഥം. അപ്പൊ യഖ്സിമു എന്ന് പറഞ്ഞാൽ വിഹിതം വെക്കുക. ഇവരാണോ അള്ളാഹുവിന്റെ കാരുണ്യം, നിന്റെ റബ്ബിന്റെ കാരുണ്യം വിഹിതം വെക്കാൻ ചുമതലയുള്ളവര്? നഹ്നു ഖസംനാ ബൈനഹും, ഇവർക്കിടയിൽ നാം നേരത്തെ വിഹിതം ചെയ്തിട്ടുണ്ട്. മഈശതഹും, അവരുടെ ജീവിത വിഭവങ്ങൾ, ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്തേക്കായുള്ള ജീവിത വിഭവങ്ങൾ ഇവർക്കിടയിൽ നാം നേരത്തെ വിഹിതം വെച്ചിട്ടുണ്ടല്ലോ. അത് ഇവരുടെ ഇച്ഛയും തൃപ്തിയൊക്കെ അനുസരിച്ചാണോ ചെയ്തിട്ടുള്ളത്? അതോ നമ്മുടെ ഒരു കണക്കനുസരിച്ചാണോ അത് ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും വലീദ് ഇബ്നു മുഗീറയെ സമ്പന്നനാക്കിയതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ദരിദ്രനാക്കിയതും അള്ളാഹുവിന്റെ ഈ വിഹിതം വെക്കലിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്. എല്ലാ അനുഗ്രഹങ്ങളും ഒരാളിൽ ചൊരിഞ്ഞു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല.
വലീദ് ഇബ്നു മുഗീറ സമ്പന്നനായിരിക്കും. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകാനായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് രണ്ടും രണ്ട് അനുഗ്രഹങ്ങളാണ്. അത് തീരുമാനിക്കുന്നത് ഇവരല്ല. ഏത് അനുഗ്രഹം ഏറ്റുവാങ്ങണം എന്നത് തീരുമാനിക്കുന്നത് ഇവര് അല്ല, മറിച്ച് അള്ളാഹുവാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ അനുഗ്രഹങ്ങളെ വിഹിതം വെക്കുന്ന ഒരു പണി ഇവരാണോ ചെയ്യുന്നത്? നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ലോക ജീവിത വിഭവങ്ങൾ അവർക്കിടയിൽ വിഹിതം വെക്കുകയുണ്ടായത് നാമാണ്. അവരുടെ കൂട്ടത്തിൽ ആര് കൂടുതൽ സമ്പന്നതയുള്ളവൻ, ആര് കുറഞ്ഞ സമ്പന്നതയുള്ളവൻ, ആര് വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവൻ, ആര് കഷ്ടപ്പെട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ തുടങ്ങിയ വിധത്തിലൊക്കെ തീരുമാനിക്കുന്നത് നാമാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വറഫഅന ബഅളഹും ഫൗഖ ബഅളിൻ ദറജാത്ത്, അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ചില പടവുകൾ നാം ഉയർത്തിവെക്കുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ ചിലർ മറ്റുള്ളവരെക്കാൾ ചില പടവുകൾ ഉയരത്തിലാണ്, ചില ദറജത്ത് ഉയർന്നാണ് നിൽക്കുന്നത്. ചിലര് സമ്പന്നതയുടെ കാര്യത്തില്, പ്രസിദ്ധിയുടെ കാര്യത്തില്, സ്വാധീനത്തിന്റെ കാര്യത്തില്, സൗന്ദര്യത്തിന്റെ കാര്യത്തില്, കുടുംബ മഹിമയുടെ കാര്യത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ അളവുകളിലാണ് ഈ ആളുകൾ ദൈവിക അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അത് കാരണമായി ഓരോ വിഷയത്തിലും ചിലർ മികവുള്ളവരും ചിലർ അപര്യാപ്തതയുള്ളവരുമായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ഒരുപോലെ കിട്ടിയവരാവുകയില്ല ആരും തന്നെയും. അധികാരമുള്ളവർക്ക് ഒരുപക്ഷെ വേറെ ചില അപര്യാപ്തതകൾ നേരിടുന്നുണ്ടാകും. ആ വിധത്തിലാണ് നാം അതിന്റെ വിഭജനം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമോ അവരിൽ ചിലർ മറ്റു ചിലരെക്കാൾ ചില പടവുകൾ ഉയർന്നു നിൽക്കുന്നവരാണ്. വറഫഅന ബഅളഹും ഫൗഖ ബഅളിൻ, അവരിൽ ചിലരെ മറ്റു ചിലരുടെ മുകളിലായി ചില പടവുകൾ, ചില ദറജത്തുകൾ ഉയർന്നു നിൽക്കുന്ന വിധത്തിലായിട്ട് നാം കാര്യങ്ങളെ കൈകാര്യം ചെയ്തു, നാം ഉയർത്തി. ചിലരെ നാം ചില അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഉയർത്തി വെച്ചു. എത്രത്തോളം ഉയരണ്ട്? ചില പടവുകൾ തന്നെ ഉയരമുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമല്ല, ശ്രദ്ധേയമായ ചില വ്യത്യാസങ്ങൾ, ചില പടവുകളുടെ വ്യത്യാസം തന്നെ അവർക്കിടയിൽ ചില അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ നാം ഉണ്ടാക്കുകയുണ്ടായി. എന്തിനാണത്? ലിയത്തഖിദ ബഅളുഹും ബഅളൻ സുഖ്രിയ്യ, അവരിൽ ചിലർ മറ്റു ചിലരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നവരാകുന്നതിന് വേണ്ടി. ലിയത്തഖിദ ബഅളുഹും, അവരിൽ ചിലർ സ്വീകരിക്കട്ടെ, ബഅള മറ്റു ചിലരെ. എന്തിനാണ്? സുഖ്രിയ്യ, സേവകരായിക്കൊണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആശ്രിതരാക്കുന്ന വിധത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ചിലര് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയവരായിരിക്കും, പക്ഷെ ചില കാര്യങ്ങളിൽ അവർ മറ്റു ചിലരെ ആശ്രയിക്കുന്നവരാണ്, അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നവരാണ്. അവരെക്കാൾ അക്കാര്യത്തില് താഴ്മയുള്ളവരാണ്. ഇതാണ് അള്ളാഹുവിന്റെ നയം. അപ്പൊ അവരിൽ ചിലരെ ചില കാര്യങ്ങളിൽ ഉയർന്ന ദർജയുള്ളവരാക്കി നാം വെച്ചു. മഈശത്ത് വിഭജിച്ചു കൊടുക്കുന്നതിൽ നാം നമ്മുടേതായിട്ടുള്ള ഒരു മാനദണ്ഡം സ്വീകരിച്ചു. അതിന്റെ ഫലമോ അവരിൽ ചിലർ മറ്റു ചിലരെ ആശ്രയിക്കേണ്ടി വരുന്നവരായി മാറുന്നു, അവരുടെ സേവനം പ്രയോജനപ്പെടുത്തേണ്ടവരായിട്ട് മാറി. ലിയത്തഖിദ ബഅളുഹും ബഅളൻ സുഖ്രിയ്യ, ചിലർ ചിലരെ സേവനത്തിനായിട്ട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് കാരണമായിട്ടുണ്ടായി. മനുഷ്യ ജീവിതത്തില് സാമൂഹ്യമായി അള്ളാഹു ഒരുക്കിയിട്ടുള്ള അല്ലെങ്കിൽ സജ്ജീകരിച്ചിട്ടുള്ള രീതി അങ്ങനെയാണ്. ഒരാളും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന വിധത്തിലാണ്. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഒരുപോലെ നൽകപ്പെട്ടിട്ടില്ല. ചിലർക്ക് ചില കാര്യങ്ങളിൽ അത്യസാധാരണമായ സാമർഥ്യമാണ്,
അവർ വേറെ പലരിലും വളരെ പരിമിതമായ മാത്രം കഴിവുകൾ ഉള്ളവരായിരിക്കും. ഈ വിധത്തിലാണ് അള്ളാഹുവിന്റെ സംവിധാനം. അതുകൊണ്ട് തന്നെ ചിലർ മറ്റു ചിലരെ ആശ്രയിക്കേണ്ടി വരുന്ന, അവരുടെ സേവനം പ്രയോജനപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇവിടെ ലിയത്തഖിദ ബഅ്ദുഹും ബഅ്ളൻ സുഖ്രിയ എന്നതിലെ സുഖ്രിയ എന്ന പ്രയോഗം, അതിന് സെഹരിയ എന്നൊരു വായനയും സാധ്യമാണ്. അങ്ങനെ വരുമ്പോ പരിഹസിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലായി മാറും. അത് പ്രാഥമികമായിട്ട് അതല്ല ഉദ്ദേശിക്കപ്പെട്ടത് എന്നത് വ്യക്തമാണ്. സുഖരിയ തന്നെയാണ്. അതായത് ഒരാള് മറ്റൊരാളുടെ കഴിവിനെ, മറ്റൊരാളുടെ നേട്ടങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരായി മാറുന്ന വിധത്തിലാണ് അള്ളാഹു അവരുടെ സേവനം പ്രയോജനപ്പെടുത്തേണ്ട വിധത്തിലാണ് ആളുകളെ അള്ളാഹു ആവിഷ്കരിച്ചിട്ടുള്ളത്, അവരുടെ സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ സാധ്യതയുള്ളവരല്ല. അവര് പരസ്പരം ആശ്രയിക്കേണ്ടി വരുന്നു. അതിന്റെ വേറൊരു വശം എന്ന് പറയുന്നത്, കഴിവുള്ളവൻ കഴിവില്ലാത്തവരെ പരിഹസിക്കുക, കൊച്ചാക്കി കാണുക, നിസ്സാരരായി കാണുക എന്നതൊക്കെ ഒരർത്ഥ സൂചനയായിട്ട് ഇതിന് വരും. സിഹ്രിയ എന്ന വായനയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അതും പ്രയോഗത്തില് ഒരാൾ അങ്ങനെയാണ്. വലിയ അനുഗ്രഹം ഏതെങ്കിലും ഒരു കാര്യത്തിൽ കിട്ടിയ ആള് അത്രത്തോളം ആ അനുഗ്രഹം നൽകപ്പെട്ടിട്ടില്ലാത്ത ആളുകളെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുക, അവരെ ഒന്ന് ഇകഴ്ത്തി കാണുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. മനുഷ്യന്റെ ബുദ്ധിപരമായ വൈഭവങ്ങളുടെ കാര്യത്തില് നല്ല ബുദ്ധിയുള്ള ആളുകള്, നല്ല വളരെ ഷാർപ്പായ, ഔട്ട്സ്റ്റാൻഡിംഗ്ലി ഇന്റലിജന്റ് ആയ ആളുകള്, അവര് അത് അള്ളാഹു തന്ന കഴിവാണ് എന്ന കാര്യം ചിലപ്പോൾ മറന്നുപോകും. അത്രത്തോളം ആ കഴിവ് നൽകപ്പെട്ടിട്ടില്ലാത്ത ആളുകളെ പരാമർശിച്ചുകൊണ്ട് അവര് നെഗറ്റീവായ ചില പദങ്ങൾ ഉപയോഗിച്ച് സംസാരിച്ചു പോകും. അത് ഈ പറയുന്ന സെഹരിയിന്റെ ഒരു സൂചനയാണ്. നമുക്കുള്ള കഴിവ് നാം ഉണ്ടാക്കിയതാണെങ്കിൽ തിരക്കിടില്ല, അങ്ങനെ പരിഹസിക്കുന്നതിനൊക്കെ ഒരു വകുപ്പുണ്ട്. അങ്ങനെയല്ല, നമ്മളുടെ കയ്യിൽ അമാനത്തായിട്ട് ഏൽപ്പിച്ച ഒരു സംഗതി മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏത് അനുഗ്രഹവും. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ലാതെ നമ്മിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ. നല്ല ബുദ്ധിയുള്ള ആളുടെ ബുദ്ധി ഒരു ഗുണവും ഇല്ലാതാക്കി മാറ്റാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡുകൾ വേണ്ട. സമ്പത്തുള്ളവന്റെ സമ്പത്ത് പൂർണ്ണമായും നശിച്ചു പോകാൻ വളരെ കുറഞ്ഞ സമയം മതി. സൗന്ദര്യമുള്ളവന്റെ സൗന്ദര്യം തീർത്തും അപ്രധാനമായി മാറുന്ന വിധത്തില്, അല്ലെങ്കിൽ വൈരൂപ്യമായി മാറുന്ന അനുഭവങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ടുണ്ടാവാം. ആരും ആരുടെയും കഴിവിന്റെ പേരിൽ അഹങ്കരിക്കുകയല്ല. ആർക്കാണോ ഏതെങ്കിലും കാര്യത്തിൽ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയിട്ടുള്ളത്, അവര് അത്തരം കഴിവുകൾ അത്രത്തോളം നൽകപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് പ്രയോജനം ഉണ്ടാക്കുക എന്നതാണ് വേണ്ടത്. മറ്റുള്ളവർക്ക് സേവനം നൽകുന്നവരായി മാറുക. ആരെയും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കഴിവ് ആർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പം മറ്റുള്ളവരുടെ കഴിവുകളുടെ പ്രയോജനം നേടുകയും ചെയ്യുക. അങ്ങനെയാണ് ചില കാര്യങ്ങളിൽ അള്ളാഹു ചിലർക്ക് അത്യസാധാരണമായ അനുഗ്രഹം നൽകിയിട്ടുണ്ടാവും. അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി മാറ്റുക, മറ്റുള്ളവര് ഇയാളുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തുക, ഇതാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള രീതി. അതിന് പകരം കഴിവ് നൽകപ്പെട്ട ഒരാള് ആ കഴിവിന്റെ പേരിൽ അഹങ്കരിക്കുകയാണെങ്കിൽ, അത് കാരണമായിട്ട് കഴിവ് കുറഞ്ഞവരെ പരിഹസിക്കുകയും ആണെങ്കിൽ അതൊരു വഴിവിട്ട പോക്കാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെ മനുഷ്യ സഹജമായിട്ട് സംഭവിക്കും. ആ അഹന്ത സംസാരത്തില് നിഴലിച്ചു പോകും. തന്റെ ബുദ്ധിപരമായ കഴിവ് തന്റെ നേട്ടമാണ്, തന്റെ സാമർഥ്യം കൊണ്ടുണ്ടായതാണ് എന്നൊക്കെ ഉപബോധ മനസ്സിൽ തോന്നിപ്പോകുന്നത് കൊണ്ടായിരിക്കണമല്ലോ അത്രത്തോളം കഴിവില്ലാത്ത ആളുകളെ പരിഹസിക്കാൻ മനസ്സ് സന്നദ്ധമാവുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവര് പരസ്പരം ആശ്രയിക്കുന്നവരായി മാറുന്നതിന് വേണ്ടിയാണ് അള്ളാഹു
അവന്റെ റഹ്മത്ത് വിഹിതം വെച്ച് നൽകുന്നതിന്, അതുപോലെ അവന്റെ ഐഹിക ജീവിത വിഭവങ്ങള് വിഹിതം വെച്ച് നൽകുന്നതിന് ഈ വിധത്തിലുള്ള ഒരു ക്രമീകരണം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം അതാണ്. വറഫഅന ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത് ലിയത്തഖിദ ബഅദഹും ബഅദൻ സുഖ്രിയ്യ. അവര് ചിലർ മറ്റു ചിലരെ സേവനം പ്രയോജനപ്പെടുത്തുന്നവരാകുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയിട്ടുള്ള ഈ നുബൂവത്ത്, റിസാലത്ത്, അത് മക്കയിലെയോ തായിഫിലെയോ അതിസമ്പന്നരും അതിപ്രഗത്ഭരും പ്രമാണിമാരുമായ ആളുകളെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ എന്ത് ഏൽപ്പിക്കണം എന്നത് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അത് അവന്റെ ഇച്ഛയുടെ കാര്യവുമാണ്. അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് അള്ളാഹു അവസരം നൽകിയിട്ടില്ല. അള്ളാഹു അതില് അവൻ്റെതായ ഒരു കണക്ക്, അവൻ്റെതായ ഒരു തോത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ആളുകൾ പരസ്പരം ആശ്രയിക്കുന്നവരും സേവനം പ്രയോജനപ്പെടുത്തുന്നവരും ആകുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. നിന്റെ റബ്ബിന്റെ കാരുണ്യമുണ്ടല്ലോ, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം, നിന്റെ റബ്ബ് ഇച്ഛ പ്രകാരം നൽകുന്ന ഈ അനുഗ്രഹം, അതാണ് അവര് വാരിക്കൂട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രയോ ഉത്തമമായിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ പരാമർശിക്കപ്പെട്ട ചില ആളുകളുണ്ട്, മക്കയിലെയും തായിഫിലെയും ഒക്കെ. അവര് പ്രമാണിമാരാണ്, സ്വാധീനമുള്ളവരാണ്, സമ്പന്നരാണ്, സമൂഹത്തിൽ വളരെ വ്യതിരക്തമായ ഔന്നത്യം ഉള്ളവരാണ്. അത് അള്ളാഹു നൽകിയ കാരുണ്യമാണ്. അവരതിലൂടെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത് അവരെ പ്രസക്തരും പ്രാധാന്യമുള്ളവരും ആക്കിയിട്ടുണ്ടാകും. എന്നാൽ അതൊന്നുമല്ല ഔന്നത്യം നൽകുന്ന കാര്യം. ഔന്നത്യം നൽകുന്ന കാര്യം യഥാർത്ഥത്തിൽ അള്ളാഹു ഓരോരുത്തർക്കുമായിട്ട് നൽകുന്ന റഹ്മത്താണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. അവര് വാരിക്കൂട്ടിയ സമ്പത്തും സ്വാധീനമുള്ള പദവികളും ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഉത്തമമായിട്ടുള്ളത് അള്ളാഹു ഇച്ഛ പ്രകാരം നൽകിയിട്ടുള്ള റഹ്മത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തന്റെ ഇച്ഛ പ്രകാരം ഇപ്പോൾ ദൈവിക ഇച്ഛ പ്രകാരം അള്ളാഹുവിന്റെ റിസാലത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നുബൂവത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഇവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രാധാന്യമുള്ളവര് എന്ന് കാണാൻ ചിലർക്കുള്ള ഐശ്വര്യമോ അല്ലെങ്കിൽ ഭൗതിക ജീവിത അനുഗ്രഹമോ ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ ഉത്തമമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇച്ഛ പ്രകാരം നൽകിയിട്ടുള്ള ഈ അനുഗ്രഹമാണ് എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ മറ്റുള്ളവര് സ്വാധീനമുള്ളവരാണ്, സമ്പന്നരാണ്, വലിയ പശ്ചാത്തലമുള്ളവരാണ്. ശരിയാണ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അത് അള്ളാഹു തീരുമാനിച്ച് നൽകിയതാണ്. അതേപോലെ തന്നെ അള്ളാഹു തീരുമാനിച്ച് നൽകിയിരിക്കുകയാണ് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഈ ദൗത്യം. അപ്പൊ ഇപ്പോ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ സ്വന്തം ഇച്ഛ പ്രകാരം നൽകിയിട്ടുള്ള ഈ റഹ്മത്ത്, അത് തന്നെ വളരെ ഉത്തമമായതാണ്. മറ്റുള്ളവർക്കുണ്ട് എന്ന് പറയപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കാളും മെച്ചപ്പെട്ടതും ഉത്കൃഷ്ടമായതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്നവനുമായി മാറും എന്നതാണ് അള്ളാഹുവിടെ നൽകുന്ന സൂചന. അപ്പൊ നാട്ടിലെ പ്രമാണിമാരെ നോക്കിയിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുത്ത് നബിയാക്കുക എന്നൊരു പരിപാടി അള്ളാഹുവിനില്ല. അള്ളാഹുവിന്റെ മാനദണ്ഡം അനുസരിച്ച് അതിന് യോഗ്യനായ ഒരാളെ തെരഞ്ഞെടുത്ത് അയാൾക്ക് അള്ളാഹു നൽകുന്ന ഈ അനുഗ്രഹത്തിലൂടെ അയാളെ ഉന്നതനാക്കുക എന്നതാണ് അള്ളാഹു സ്വീകരിക്കുന്ന രീതി. അത് തീരുമാനിക്കുന്നത് നിങ്ങളോ അവരോ ഇവരോ ഒന്നുമല്ല. അത് ഈ മഴീഷത്ത് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ വിഹിതം വെച്ച് നൽകുക എന്നത് ആരാണോ തീരുമാനിച്ചത് ആ റബ്ബ് തന്നെ അവന്റെ ഇച്ഛ പ്രകാരം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.